വെൽക്കം ടു പ്ലാന്റ് സയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോബയോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ആയിട്ടുള്ള വൈറസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് വൈറസസ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ ദേ ആർ മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷസ് ഏജൻസ് ആണ് ദാറ്റ് ക്യാൻ ഓൺലി റെപ്ലിക്കേറ്റ് ഇൻസൈഡ് എ ലിവിങ് ഹോസ്റ്റ് സെൽ. ഈ ഒരു ക്ലാസ്സിൽ വാട്ട് ആർ വൈറസസ്, യൂണിക് ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാം. വാട്ട് ആർ വൈറസസ്? വൈറസ് എന്താണ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ വൈറസസ് ഇസ് എ ടൈനി ഇൻഫെക്ഷസ് പാർട്ടിക്കിൾ മെയ്ഡ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ്. ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ലെങ്കിൽ RNA ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽസ് കാണുന്നത് ഇൻസൈഡ് എ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ കോട്ട്. ഒരു പ്രോട്ടീൻ കോട്ടിന്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൺലി റെപ്ലിക്കേറ്റ് ബൈ ഇൻഫെക്റ്റീവ് ലിവിങ് സെൽ. അതായത് ഒരു ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? യൂസിങ് ദ ഹോസ്റ്റ് സെൽസ് മെഷീനറി ടു മേക്ക് കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ്. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ചെന്ന് അവയുടെ ആ ഒരു ഹ്യൂമന്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പൊ ഹ്യൂമന്റെ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് അവർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ദേ ആർ സോ സ്മോൾ ദേ ക്യാൻ ഇൻഫെക്ട് ഹ്യൂമൻ, ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് ഈവൻ ബാക്ടീരിയ. ഓക്കെ, ഇത്തരം ആൾക്കാരെ ഈ ഒരു വൈറസിന് ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഇവയുടെ യൂണീക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഡെഫിനേഷനിൽ പറഞ്ഞത് തന്നെയാണ് മെജോറിറ്റി ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. വൈറസസ് ആർ സിമ്പിൾ അസെല്ലുലാർ, ഒരു സെല്ലില്ലാത്ത, അഥവാ ഇനാക്റ്റീവ് ആണ്. പുറത്ത് ഇനാക്റ്റീവ് ആണ്. ഒരു ഹോസ്റ്റിന്റെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ അവയ്ക്ക് ലിവിങ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റുള്ളൂ, ആക്റ്റീവ് ആവുള്ളൂ. സിമ്പിൾ അസെല്ലുലാർ എൻറ്റിറ്റീസ് കൺസിസ്റ്റ് ഓഫ് one or more molecules of either DNA or RNA enclosed in a coat of protein. ഇപ്പൊ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ഈ ഒരു ഈ ഒരു ക്യാരക്ടർ മനസ്സിലാകും. ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലായിരിക്കും ഇവിടെ RNA അല്ലെങ്കിൽ DNA അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ചില കേസിൽ ചില RNAക്ക് ഒരു ലിപ്പിഡ് ആയിട്ടുള്ള ലെയർ ഉള്ള ഒരു എൻവലപ്പും കൂടി കാണുന്നുണ്ട്. Then they can reproduce അല്ലെങ്കിൽ multiply only within a living cells and are obligatory intracellular parasite. സെല്ലിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം അവയുടെ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ ആയിട്ടുള്ള പാരസൈറ്റ് ആണ്. ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. വൈറസ് കനോട്ട് റെപ്ലിക്കേറ്റ് എലോൺ. ഒറ്റയ്ക്ക് അവയ്ക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. Instead, it must infect a cell and use components of the host cell to make copies of itself. ഇപ്പൊ ഒരു ബാക്ടീരിയ ആണ് ഇൻഫെക്ട് ചെയ്യുന്നത്. ബാക്ടീരിയന്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്ടീരിയയുടെ ആ ഒരു റെപ്ലിക്കേഷൻ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ ക്ലാസ്സുകളിലായിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം അവയുടെ ഇൻഫെക്ടിവിറ്റി ദേ ആർ capable of infecting a wide range of hosts including human, plants, bacteria. പലതരത്തിലുള്ള ഹോസ്റ്റിനെ അവർ ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. വൈറസ് എന്ന് പറയുന്നത് മ്യൂട്ടേറ്റ് ആണ്. അതായത് പുതിയ പുതിയ സ്ട്രെയിൻസ്, പുതിയ പുതിയ വേരിയേഷൻസ് പല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം കൊറോണ വൈറസ് അതിന്റെ ഒരു വേരിയേഷൻ ആണ്. പല രീതിയിലുള്ള വേരിയേഷൻസ് വൈറസിൽ ഉണ്ടാക്കുന്നുണ്ട്. ആണ് മെയിൻ ആയിട്ടുള്ള വൈറസിന്റെ യൂണീക് ക്യാരക്ടേഴ്സ്. വൈറസ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഹോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു ഇൻഫെക്റ്റീവ് ഫോമായി, അതായത് ഒരു കംപ്ലീറ്റ് വൈറസ് പാർട്ടിക്കിളായി അങ്ങനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വൈറസ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന പേരാണ് വിറിയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവയുടെ സ്ട്രക്ചറിലോട്ട് പോകാം. ഒരു വൈറസിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ കണ്ടോ. ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു ജീനോം, ആ ജീനോം എന്ന് പറയുന്നത് ഒന്നുകിൽ DNA ആവാം അല്ലെങ്കിൽ RNA ആകാം. ഈ ജീനോം എന്ന് പറയുന്ന ഒരു ക്യാപ്സിഡിന്റെ ഉള്ളിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഉള്ളിൽ കാണുന്നതാണ് ജീനോം, ഇത് DNA or RNA. ആ ഒരു DNA കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. ആ ഒരു പ്രോട്ടീൻ കോട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ പ്രോട്ടീൻ ഷെൽ ദാറ്റ് എൻക്ലോസസ് ആൻഡ് പ്രൊട്ടക്ട് ദ ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ്സ് മെയ്ഡ് ഓഫ് സ്മോളർ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ്. അതായത് ഒരു ക്യാപ്സിഡ് എന്ന് പറയുന്നത് ക്യാപ്സോമിയർ എന്ന് പറയുന്ന കുറേ സബ് യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ക്യാപ്സിഡ്സിന്റെ അറേഞ്ച്മെന്റ് പല തരത്തിലുണ്ട്. ഈ ഒരു അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് പല രീതിയിലുള്ള സ്ട്രക്ചർ ഈ ഒരു വൈറസിന് കാണുന്നുണ്ട്. ഇനി ജനറ്റിക് മെറ്റീരിയൽ പറഞ്ഞു, ക്യാപ്സിഡ്സ് പറഞ്ഞു. ഇനി ചില കേസിൽ ചില വൈറസിന് ഒരു എൻവലപ്പ് ഉണ്ട്. പക്ഷെ എല്ലാ വൈറസിനും എൻവലപ്പ് ഇല്ല. എൻവലപ്ഡ് വൈറസും ഉണ്ട്, എൻവലപ്ഡ് അല്ലാത്ത നേക്കഡ് വൈറസും ഉണ്ട്. ഈ ഒരു എൻവലപ്ഡ് വൈറസിൽ ക്യാപ്സിഡിന്റെ പുറമെ വേറെ ഒരു ലിപ്പിഡ് ബൈലെയറും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഹോസ്റ്റ് സെല്ലിൽ ബഡ്ഡിങ്ങിന്റെ സമയത്ത്
പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ദിസ് മെമ്പറൈൻ ഈസ് സ്റ്റഡഡ് വിത്ത് വൈറൽ പ്രോട്ടീൻസ്. കുറേ വൈറൽ പ്രോട്ടീൻസ് കാണുന്ന ആൾക്കാരാണ്. അത്തരം ഒരു പ്രോട്ടീൻസ് ആണ് സ്പൈക്കി എന്ന് പറയുന്നത്. പെപ്ലോമേഴ്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് സ്പൈക്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ദാറ്റ് പ്രൊജക്ട് ഫ്രം ദ വൈറൽ എൻവലപ്പ്. എൻവലപ്പിന്റെ മുകളിൽ നിന്ന് പ്രൊജക്ട് ചെയ്തേക്കുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഗ്ലൈക്കോപ്രോട്ടീൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പൈക്കി എന്ന് പറയുന്നത്. അതായത് ഒരു ഹോസ്റ്റ് സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അറ്റാച്ച് ചെയ്ത് അതർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, അതർ ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ കൊറോണ വൈറസിനൊക്കെ ഇത്തരം സ്പൈക്ക് പ്രോട്ടീൻസ് നല്ല രീതിയിൽ കാണാൻ പറ്റും അല്ലേ? അതാണ് സ്പൈക്സ് അല്ലെങ്കിൽ പെപ്ലോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്ട്രക്ചറിൽ തന്നെ വൈറസിന്റെ ഷേപ്പും സിമെട്രിയും നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഒരു ക്യാപ്സോമിയർ, ക്യാപ്സിഡ്സിലുള്ള ക്യാപ്സോമിയേഴ്സിന്റെ അറേഞ്ച്മെന്റ് ബേസ് ചെയ്തിട്ടാണ് പല തരത്തിലുള്ള ഷേപ്പ് ഉള്ള വൈറസ് ഉള്ളത്. അതിന് മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഹെലിക്കൽ ഷേപ്പ് ആണ്. അതായത് ക്യാപ്സോമിയർ എന്ന് പറയുന്ന ഒരു ഇനെ റോഡ് ലൈക്ക് അല്ലെങ്കിൽ ഫിലമെന്റസ് സ്പൈറൽ ഷേപ്പ് ആണ്. ഇതേപോലെ ഒരു റോഡ് പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കും. ഈ ഒരു ബ്രൗൺ കളർ ഉള്ളതാണ് ക്യാപ്സോമിയറിന്റെ ക്യാപ്സിഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മെജോറിറ്റി കേസിലും സ്പൈറൽ ആയിട്ടുള്ള RNA ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് ഹെലിക്കൽ ഷേപ്പുള്ള വൈറസിന് ഉദാഹരണം. ദെൻ രണ്ടാമത്തേതാണ് ഇക്കോസോഹെഡ്രൽ അല്ലെങ്കിൽ പോളിഹെഡ്രൽ എന്ന് പറയുന്നത്. അവ എന്ന് പറയുന്നത് ദിസ് വൈറസ് ഹാവ് എ റഫ്ലി സ്പെറിക്കൽ അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഷേപ്പ്. ഒന്നുകിൽ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കാം, ഇതിൽ കാണുന്നത് പോലെ ഇൻഫ്ലുവൻസ വൈറസിൽ ഉള്ളത് പോലെ ഒന്നുകിൽ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പോളിഹെഡ്രൽ ആയിരിക്കാം. അതായത് കുറെ ബഹുഭുജങ്ങൾ എന്ന് പറയില്ലേ, കുറെ വശങ്ങളുള്ള ഒരു ഷേപ്പ് പോലെ. അഡിനോ വൈറസ് എന്ന് പറയുന്ന ഒരു പോളിഹെഡ്രലിന് എക്സാമ്പിൾ ആണ്. അത് 20 ട്രയാങ്കുലർ ഫേസസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, 20ൽ കുറവുണ്ടായ ആൾക്കാരുണ്ടായിരിക്കും. അഡനോ വൈറസും പോളിയോ വൈറസും ഒക്കെ ഇങ്ങനെയുള്ള ഇക്കോസോഹെഡ്രൽ വൈറസിന് എക്സാമ്പിൾ ആണ്. പക്ഷെ അവ നോൺ എൻവലപ്ഡ് ആണ്. ഹെർബ്സ് വൈറസ് എന്ന് പറയുന്നത് എൻവലപ്ഡ് ആയിട്ടുള്ള പോളിഹെഡ്രൽ വൈറസസിന് എക്സാമ്പിൾ ആണ്. Then last one ആണ് complex viruses. This category include viruses with structures that are neither purely helical nor icosahedral. ഈ രണ്ട് ഷേപ്പും അല്ലാത്ത വേറൊരു ഷേപ്പാണ്. നമ്മൾ ബാക്ടീരിയോഫേജസ് നല്ല കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു കോംപ്ലക്സിൽ വരുന്ന രണ്ടെണ്ണമാണ് ബാക്ടീരിയോഫേജസും പോക്സ് വൈറസസും. ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യാൻ, വിഴുങ്ങി നശിപ്പിക്കാൻ ശേഷിയുള്ള വൈറസുകളാണ്. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ്. അതിന് കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളായിട്ട് ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് പോക്സോ വൈറസ്. ലാർജ് കോംപ്ലക്സ് എൻവലപ്ഡ് വൈറസസ് ആണ്. ഒരു അൺയൂഷ്വൽ ബ്രിക്ക് ലൈക്ക് ഇഷ്ടിക പോലെയുള്ളതോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് പോലെയുള്ള വൈറസ് ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വെക്സീനിയ വൈറസ് ആണ്. സോ ഇത്രയാണ് വൈറസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. സോ അതിനു വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.